ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കശ്മീരിലെ പഹൽഗാം ആക്രമണ വാർത്തകൾ ചൂടുപിടിച്ച് നടക്കുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ അതല്ലെങ്കിൽ വാർത്തകൾ വഴിതിരിച്ചു വിട്ട ഒരു പ്രധാന കാര്യമാണ് 2008 മാലേഗാവ് സ്ഫോടന കേസിലെ ചില വഴിത്തിരിവുകൾ. 2008 മാലേഗാവ് സ്ഫോടന കേസിൽ BJP നേതാവും മുൻ MPയുമായ സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് NIA കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓരോ 15 മിനിറ്റിലും ഇന്ത്യയിലെ വിരോധമുള്ള എന്തിനെക്കുറിച്ചും യാതൊരുവിധ ഉളുപ്പുമില്ലാതെ വാർത്തകൾ ഇറക്കുകയും അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൂടുതൽ വാർത്തകൾ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ നിന്നും കൂടുതൽ വരുമാനം നേടുന്ന സാജൻ സക്കറിയ ഈ ഒരു വാർത്തയെ മനഃപൂർവ്വം മുക്കി എന്ന് പറയുമ്പോൾ അത് അയാളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി നമ്മൾ കാണേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വാർത്തയെ ഇങ്ങനെ വിസ്മരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2008 സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലെ മാലേഗാവിലും ഗുജറാത്തിലെ മൊദാസയിലുമാണ് ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത്. റമദാൻ മാസത്തിൽ നടന്ന ഈ സ്ഫോടനങ്ങളിൽ 9 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇത് പത്രങ്ങളിൽ വളരെയധികം വാർത്തയായിരുന്നു. ഈ സ്ഫോടനത്തിൻ്റെ പ്രധാന ലക്ഷ്യം മനഃപൂർവ്വം വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതായിരുന്നു എന്ന് അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൻ്റെ പേരിലാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് NIA കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2025 മെയ് 8 ഇതിൻ്റെ ബാക്കി വിധിയും കൂടി വരാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ അന്നത്തെ തലവനായിരുന്ന ഹേമന്ത് കർക്കരെയാണ് ഈ അന്വേഷണത്തിന് അന്ന് ചുമതല വഹിച്ചിരുന്നത്. ഇദ്ദേഹമാണ് പിന്നീട് ബോംബെയിലെ താജ് ഹോട്ടൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൻ്റെ പേരിൽ അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഭീകരന്മാരെ അന്ന് കൊലപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കർക്കരയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട ഈ കർക്കരയുടെ അന്വേഷണത്തിലാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, അതല്ലെങ്കിൽ ABVP എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സംഘടനയുടെ ഒരു മുൻകാല പ്രവർത്തകയായ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ പേരിലാണ് ഈ ബൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ കർക്കരെ കണ്ടെത്തിയത്. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ആർമി ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, അതുപോലെ തന്നെ വിരമിച്ച ഒരു മേജറായ രമേശ് ഉപാധ്യായ എന്നിവരെ ATS അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹിന്ദുത്വ തീവ്ര സംഘടനയായ അഭിനവ് ഭാരത്, സ്വയം പ്രഖ്യാപിത സന്യാസി സുധാകർ ദ്വിവേദി എന്ന ദയാനന്ദ് പാണ്ഡെ എന്നിവരൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഈ കർക്കരയുടെ അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. മുംബൈയിലെ പ്രത്യേക മക്കാക്ക കോടതിയിൽ 2011 ഏപ്രിൽ 21 കേസിന്റെ കുറ്റപത്രം കർക്കരെ സമർപ്പിച്ചു. ശിവനാരായണൻ കൾസംഗ്ര, ശ്യാം സാഹു, സമീർ കുൽക്കർണി, അജയ് എന്ന രാജ രഹിത്കർ എന്നിവരുൾപ്പെടെ 14 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് അന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. 2008 സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഒക്ടോബർ 24 തന്നെ ഈ പ്രജ്ഞാ സിംഗിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ അറസ്റ്റാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ കണക്കുകൾ പുറത്തു കൊണ്ടുവരാൻ കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദേശീയതയെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും വാദോരാതെ പ്രസംഗിക്കുന്ന ഈ ആൾക്കാർ ഇന്ത്യയിൽ ഇന്നേ വരെ നടന്ന ആക്രമണങ്ങളിൽ 90% ആക്രമണങ്ങളുടെയും പിന്നിൽ ഇത്തരം ഹിന്ദുത്വ തീവ്ര സംഘടനകളാണെന്ന കണക്കുകളാണ് അന്ന് പുറത്തു വന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ് BJP സംബന്ധിച്ച് അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അന്ന് കേസിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. മതിയായ തെളിവുകളില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് സ്വാതി പ്രജ്ഞയെ കുറ്റവിമുക്തയാക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. മനഃപൂർവ്വം കലാപം നടത്തി തങ്ങളുടെ ജീവനും സമ്പത്തും നശിപ്പിക്കാൻ വിശ്വസിക്കുന്ന പാർട്ടി തന്നെ കാരണമായി എന്ന് ഇന്ത്യൻ ഹിന്ദുക്കൾ മനസ്സിലാക്കിയാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഭയമുള്ളതിനാൽ ഈ ഭീകരയായ സ്ത്രീ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമായി വന്നു. അതിൻ്റെ ഭാഗമായാണ് ഇവരെ ഭോപ്പാലിൽ മത്സരിപ്പിക്കാൻ BJP തീരുമാനിക്കുന്നത്. സമ്പന്നമായ ഹിന്ദു നാഗരികതയെ തീവ്രവാദി എന്ന് മുദ്രകുത്തിയവർക്കുള്ള പ്രതീകാത്മകമായ മറുപടിയാണ് ഭോപ്പാലിലെ ഈ പ്രജ്ഞാ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം. ഈ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്, അത് കാലം തെളിയിക്കും എന്നൊക്കെയാണ് അന്നത്തെ പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നത്. അതുകൂടാതെ സംജോത എക്സ്പ്രസ് സ്ഫോടനം, ജഡ്ജി BS ലോയയുടെ മരണം തുടങ്ങിയ സംഭവങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കോൺഗ്രസ് ഒരു പ്രത്യേക പ്രവർത്തന രീതി സ്വീകരിച്ചിരിക്കുന്നു എന്നും
അന്ന് മോഡി ഈ ഇലക്ഷൻ പ്രചരണത്തിൽ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞത് ഒരു സ്ത്രീ, അതും ഒരു സ്വാധിയായ സ്ത്രീ, അവരെ ഒരു തീവ്രവാദി എന്ന തരത്തിൽ അപമാനിക്കപ്പെട്ടു എന്നും അന്ന് ടൈംസ് നൗ നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ നരേന്ദ്രമോദി പറയുകയുണ്ടായി. ഇദ്ദേഹം പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഭീകരയായ സ്ത്രീയെ സംരക്ഷിക്കാൻ പാർട്ടി എത്ര വ്യായാമം ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കതുകൊണ്ടുള്ള ലാഭം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവർ പിന്നീട് ജയിച്ചു വരികയും അവർ പാർലമെന്റിൽ കയറി ഞെളിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് വളരെയധികം എതിർപ്പുണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പാർലമെന്റിൽ BJP ഈ സ്ത്രീയെ നിലനിർത്തിയിരുന്നത്. അതായത് പാർലമെന്റിന്റെ സീറ്റിൽ തീവ്രവാദിയും കൊലപാതകയുമായ ഒരു സ്ത്രീക്ക് കയറിയിരിക്കാൻ അവസരം കൊടുത്തു എന്ന ഭീകരമായ തെറ്റാണ് BJP ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും രാജ്യസ്നേഹത്തിന്റെ ലിസ്റ്റിൽ പെടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ രക്ഷയാണ് എല്ലാവർക്കും ആവശ്യം. അതല്ലാതെ ഇത്തരം ഭീകരരെ സംരക്ഷിച്ചുകൊണ്ട് എതിർവിഭാഗത്തിനെതിരാണ് നിങ്ങളാണ് ഭീകരർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരിക്കലും യാഥാർത്ഥ്യമല്ലാവുന്നില്ല. അതെന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതല്ലാതെ പറയുന്നവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുകയോ അവരെ പിടിച്ച് ജയിലിലിടുകയോ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതിന്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിനെല്ലാം പൊളിച്ചടുക്കിയിട്ടാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് NIA കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതേ ഗവൺമെന്റിന് തന്നെ കീഴിലുള്ള ഈ അന്വേഷണ സംഘം ഇത് കണ്ടെത്തുകയും ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതും വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ അതിന്റെ തീവ്രത എത്രയധികം വലുതാണെന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അന്വേഷണ സംഘത്തിലും സത്യസന്ധരും വിശ്വസ്തരുമായ ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിലുള്ളവരാണ് ഇത് കണ്ടെത്തുകയും ഈ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ ആദ്യം പ്രോസിക്യൂട്ടറായി വന്ന രോഹിണി സാലിയൻ പറയുന്നത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാതി പ്രജ്ഞയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ മൃദു സമീപനം സ്വീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഞാൻ ചെയ്യാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് എന്നവർ പറയുകയാണ്. അപ്പോൾ ഭരണപക്ഷം തന്നെ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുക, അന്വേഷണ സംഘത്തോടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസിക്യൂട്ടറോടും ഒക്കെ മാറി നിൽക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക. അതൊന്നും ഒരു നല്ല പ്രവണതയോ നല്ല സൂചനയല്ല രാജ്യത്തിന് നൽകുന്നത്. രാജ്യസ്നേഹം വാക്കുകളിലല്ല പ്രവർത്തികളിലാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ അന്വേഷണ സംഘങ്ങളുടെയും ജുഡീഷ്യറിയുടെയും മതിപ്പും കൃത്യതയുമാണ് ഇതിലൂടെ വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. താൽക്കാലികമായി കുറ്റകൃത്യങ്ങൾ മൂടിവെക്കാൻ ആർക്കും കഴിയുമെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഈ പ്രജ്ഞാ സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയോ വിധിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ കോടതിയുടെയൊക്കെ തീരുമാനത്തിലുള്ളതാണ്. എന്നാൽ ഇവർ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ മിടുക്ക് എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യയിൽ ഒരു കുറ്റവാളിയും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത്രയധികം മികച്ച അന്വേഷണ സംഘമാണ് ഇന്ത്യക്കുള്ളത്. ഏതൊരു പ്രതികാരത്തിൻ്റെ പേരിലായാൽ പോലും ഇവർ ചെയ്ത ഭീകരമായ കുറ്റകൃത്യം അതിനെ സാധൂകരിച്ചുകൊണ്ട് ഇവരെ MP ആക്കി മാറ്റുകയും അവരെ പാർലമെന്റിന്റെ സീറ്റിൽ കൊണ്ടെടുത്തുകയും ചെയ്ത BJP എക്കാലവും ഈ പാപക്കറ ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.